പുലമൺ തോടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പുലമൺ തോട് എങ്ങോട്ട് പോകുന്നു, അത് എങ്ങനെയാണ് കല്ലടയാറിൽ ചെല്ലുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ അത് അന്വേഷണത്തിൽ ഒരു യാത്ര. ഇവിടുത്തെ അന്തമൺ പാലവും അതിൻ്റെതായിട്ടുള്ള സൈഡാണ് നമ്മൾ കാണുന്നത്. രണ്ട് വശം അന്തമൺ പാലത്തിൻ്റെ രണ്ട് സൈഡുമാണ് നമ്മൾ കാണുന്നത്. ഈ അന്തമൺ പാലത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുലമൺ പാലത്തിൻ്റെ പുലമൺ തോടിൻ്റെ അവസാനം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് ഒരു സഹായകനെ ദൈവം അയച്ചു. അദ്ദേഹം വളരെ കരുത്തുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം തൻ്റെ കരുത്ത് കൊണ്ട് വൈകുന്നേരം ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ആ റബ്ബർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടത്തി. ഞങ്ങൾ ഇപ്പോൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. ഞാൻ പുള്ളിയുടെ ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊരു കടവിൽ ചെല്ലുകയാണ്. ഈ കടവെന്ന് പറയുമ്പോൾ വളരെ അപകടപരമായ ഒരു കടവാണ്. നിങ്ങൾ കാണുന്ന പോലെ വളരെ ചുഴികളുള്ള അപകടമാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഫോട്ടോ ഞാൻ എടുത്തില്ല. അദ്ദേഹം ഇറങ്ങുന്നത് നിങ്ങൾക്കിപ്പം കാണാനായിട്ട് പറ്റും. അദ്ദേഹം ഒരു കൈ പിടിച്ച് ഈ ചുഴിയുടെയും തെന്നുന്ന പാറയുടെയും മധ്യത്തിൽ കൂടി ദൈവകൃപയാൽ എന്നെ നടത്തി ഈ തോടിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി. ഈ സ്ഥലത്തിൻ്റെ പേര് മൂഴി എന്നാണ്. ഇവിടെ ചെറിയ ഈ തോട് അത് പുലമൺ തോടിനോട് ചേരുന്നു. ഇപ്പോൾ ഇതാ പുലമൺ തോട് നമ്മൾ കല്ലടയാറിലേക്ക് ചേരുന്നതായിട്ടുള്ള സ്ഥലം നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ പുലമൺ തോടാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. ആ പുലമൺ തോട് ഇതാ കല്ലടയാറ്, ഇന്ന് കല്ലടയാറാണ് ഈ വലതുവശത്ത് കാണുന്നത്. നിങ്ങൾ ഈ മുനമ്പം ശ്രദ്ധിച്ച് കാണും. ഈ കടലടയാറും പുലമൺ തോടും തമ്മിൽ ചേരുന്ന മുനമ്പമാണ് നമ്മൾ അല്പം മുമ്പേ കണ്ടത്. ഇതാണ് കല്ലടയാറ്. ഇത് വളരെയധികം അപകടകരമായൊരു ആറാണ്. അത് എൻ്റെ കല്ലുകൾ നിങ്ങൾ കണ്ടു. ഇവിടെ അനേകർ ചാടി ആത്മഹത്യയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ഒരിക്കലും വൈകിട്ട് രാത്രി വരരുത്. നിങ്ങളുടെ വഴി തെറ്റിപ്പോകും. മാത്രമല്ല, നിങ്ങൾക്ക് വളരെ ശക്തനായ ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. നീന്തറിയാവുന്ന ഒരു മനുഷ്യൻ ആവശ്യമാണ്. ഇതാണ് കല്ലടയാറിൻ്റെ കല്ല്. ശക്തമായ നീന്തറിയാൻ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വഴി പോവരുത്. ഈ വഴിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂഴി എന്നാണ് പറയുന്നത്. ഇവിടെ ചുറ്റും റബ്ബർ കാടുകൾ നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാണുന്നതൊക്കെയും അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. നിങ്ങൾക്കത് കാണുവാനായിട്ട് പറ്റും. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചുള്ള വരവാണ്. അവിടെയും ആ പുലമൺ തോടിൻ്റെ ഒരു ചെറിയ ഭാഗം കാണുവാനായിട്ട് പറ്റും. ഈ പുലമൺ തോടിനെയാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് അന്തമൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും ഞങ്ങൾ കടവിൻ്റെ അവിടെ ചെല്ലുകയാണ്. കടവിൻ്റെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കൈ പിടിച്ച് തോട്ടിൻ്റെ അപ്പുറത്ത് കടക്കുകയും ഞങ്ങൾ വിജയപൂർവ്വം ഈ പുലമൺ തോടിൻ്റെ അവസാനം കാണുകയും. നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്